ജയൻ സാറ്, ഈ ക്രയോജനിക് സാങ്കേതികവിദ്യ ഇന്ത്യക്കായി ഒരുക്കുന്നതിൽ താങ്കൾക്ക് വലിയ പങ്കുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കമൊന്ന് വിശദീകരിക്കാമോ? എഞ്ചിനീയറിംഗ് ലോകത്ത് ഈ ക്രയോജനിക് സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായൊരു ടെക്നോളജിയാണ്. 3-4 അതിവികസിത രാജ്യങ്ങൾക്ക് മാത്രം സ്വായത്തമായ ഒരു ടെക്നോളജിയായിരുന്നു ഈ ക്രയോജനിക് ടെക്നോളജി. അപ്പോൾ അതിൻ്റെ മേന്മ എന്ന് പറഞ്ഞാൽ മറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, അതായത് നമ്മൾ ഖര ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ദ്രവ ഇന്ധനം, മറ്റ് ഫ്യൂവലുകളെക്കാളെല്ലാം 50% എഫിഷ്യൻസി കൂടുതലാണ് ഈ ക്രയോജനിക് ടെക്നോളജിക്ക്. അതിനാലാണ് എല്ലാ രാജ്യങ്ങളും ഈ ക്രയോജനിക് ടെക്നോളജി ഉപയോഗിച്ചാണ് വലിയ വലിയ റോക്കറ്റുകൾ നിർമ്മിക്കുന്നത്. ISRO നമ്മൾ PSLV കഴിഞ്ഞിട്ട് നമ്മൾ GSLVയിലെ രൂപകൽപ്പന ആരംഭിച്ചപ്പോൾ GSLV എന്ന് പറയുന്നത് PSLVയേക്കാൾ ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ ശക്തിയുള്ള റോക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സ്റ്റേജുകളെല്ലാം നമ്മൾ PSLVയിൽ നിന്ന് തന്നെയാണ് എടുത്തതെങ്കിലും അതിൻ്റെ ഏറ്റവും അപ്പർ സ്റ്റേജ്, അതായത് ഈ റോക്കറ്റിൻ്റെ ഇമ്പൾസിൻ്റെ പകുതിയോളം, ബാക്കിയുള്ള 6 സ്റ്റേജുകളും കൂടെ പകുതിയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ക്രയോജനിക് സ്റ്റേജ് മാത്രം ബാക്കി പകുതി 50% ഈ ഇമ്പൾസ് കൊടുക്കുന്ന ഈ ക്രയോജനിക് സ്റ്റേജാണ്. അപ്പോൾ അതിനുവേണ്ടി ക്രയോജനിക് സ്റ്റേജ് നിർബന്ധമായി വന്നു. അപ്പോൾ അതിനുവേണ്ടി 1980കളുടെ അവസാനത്തിൽ തന്നെ ഒരു സ്റ്റഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ക്രയോജനിക് സാങ്കേതികവിദ്യ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചെറിയ പരീക്ഷണങ്ങൾ, ചെറിയ ത്രസ്റ്ററുകൾ ഉണ്ടാക്കി, ചെറിയ പമ്പുകൾ ഉണ്ടാക്കിയുള്ള ചെറിയ പരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ 90കളുടെ ആദ്യത്തിൽ GSLV പ്രോഗ്രാം അപ്രൂവ് ആയപ്പോൾ ഇതിനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അതായത് GSLVയിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് ഈ GSLV ലോഞ്ച് ചെയ്യണമെങ്കിൽ ഈ ക്രയോജനിക് ടെക്നോളജി എത്രയും പെട്ടെന്ന് വികസിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാനേജ്മെൻറ്റ് റഷ്യയുമായി ഒരു സഹകരണ കരാറിൽ ഏർപ്പെട്ടു. റഷ്യയിൽ ഓൾറെഡി വികസിപ്പിച്ചെടുത്ത ഒരു 7.5 ടണ്ണിൻ്റെ ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതികവിദ്യ നമുക്കും കൂടെ പങ്കുവയ്ക്കാനുള്ള ഒരു കരാറിലാണ് അത് ഏർപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ISROയിൽ നിന്നൊരു ശാസ്ത്രജ്ഞർ ഒരു ടീം റഷ്യയിൽ പോയി അവിടെ അവരുടെ കൂടെ ഒരു 1.5 വർഷത്തോളം കൂടെ വർക്ക് ചെയ്ത് മാത്രം ആ ടെക്നോളജി സ്വായത്തമാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ ഇടപെടൽ കാരണം റഷ്യയ്ക്ക് ആ കരാറിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഉടനെ തിരിച്ചു വരേണ്ടി വന്നു. എന്നിട്ട് ആ കരാറിൻ്റെ ബലത്തിൽ കരാറിൻ്റെ തുകയ്ക്കായി നമുക്കൊരു 7 ക്രയോജനിക് സ്റ്റേജുകൾ അവർ വിൽക്കുകയാണ് ചെയ്തത്. ടെക്നോളജി തരാതെ സ്റ്റേജായിട്ട് നമുക്ക് തന്നു. ആ സ്റ്റേജുകൾ വെച്ച് ഇനിഷ്യലി ആയിട്ടുള്ള ആദ്യത്തെ കുറച്ച് GSLV ലോഞ്ചുകൾ വിക്ഷേപിക്കാൻ നമുക്ക് ആ സ്റ്റേജുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞത്. പാരലി നമ്മുടെ മാനേജ്മെൻറ്റ് ഉടനെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് തദ്ദേശീയമായി തന്നെ ഒരു ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാനുള്ള തീരുമാനം എടുക്കുമായിരുന്നു. അത് നമ്മുടെ കൂട്ടായ ISROയിലെ എല്ലാ ലോഞ്ച് വെഹിക്കിൾ സെൻറ്ററുകളും കൂട്ടായി അതിലെ ക്രയോജനിക് വിഭാഗം എക്സ്പെർട്സ് എല്ലാം കൂടെ കൂട്ടായി വലിയൊരു ടീം വർക്കിലാണ് ഈ ക്രയോജനിക് എഞ്ചിൻ്റെ പ്രവർത്തനം ISROയിൽ നടന്നത്. പക്ഷേ അതിൽ വളരെയധികം ഇത്രയും സങ്കീർണമായൊരു സാങ്കേതികവിദ്യ ആയതുകൊണ്ട് അതിനകത്ത് വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് ആദ്യമായി നമ്മൾ എൻജിൻ ടെസ്റ്റിംഗ് ചെയ്തപ്പോൾ അതൊരു പൂർണ്ണ പരാജയമായി മാറി. പക്ഷേ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും അനാലിസിസ് ചെയ്ത് ടെസ്റ്റിംഗ് നടത്തി, പരീക്ഷണങ്ങൾ നടത്തി, അതിൽ നിന്ന് തിരുത്തലുകൾ നടത്തി ഈ ക്രയോജനിക് എഞ്ചിൻ വളരെ വിജയകരമായി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനായ ഡോക്ടർ V. നാരായണൻ സാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്രയോജനിക് എഞ്ചിൻ വികസനം കാര്യക്ഷമമായി നമ്മളോട് നടന്നത്. എനിക്കും അദ്ദേഹത്തിനോടൊപ്പം വളരെയധികം വർഷങ്ങൾ ഈ ക്രയോജനിക് എഞ്ചിൻ ഏരിയയിൽ ഈ പ്രോജക്റ്റിൽ ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജ് ടെസ്റ്റ്, എൻജിൻ പിന്നെ ടാങ്കുമായും അതിൻ്റെ ഇന്ധന ടാങ്കുകളുമായിട്ടും എല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള സ്റ്റേജ്, ഫൈനലി റോക്കറ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റേജിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോഴും പല പ്രയാസങ്ങളും അനുഭവപ്പെട്ടു. എല്ലാം സാങ്കേതികമായ പ്രശ്നങ്ങൾ. അങ്ങനെ 3 തവണ പരാജയപ്പെട്ട് 4ാമത്തെ ടെസ്റ്റിലാണ് നമുക്കത് വിജയിക്കാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ ഒരുപാട് സ്റ്റഡീസ്, പരീക്ഷണങ്ങളും എല്ലാം ഇതിനകത്ത് നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ വികസനം കഴിഞ്ഞ് 2010 നമ്മൾ ആദ്യത്തെ GSLV D3 തദ്ദേശീയമായ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച ആദ്യത്തെ GSLV ലോഞ്ച്, അതിലാദ്യത്തെ എല്ലാ സ്റ്റേജുകളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. പക്ഷേ ക്രയോജനിക് എഞ്ചിൻ 2 സെക്കൻഡ് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും അതൊരു വലിയ ഒരു നിരാശയുണ്ടാക്കിയ ദിവസമായിരുന്നു. അതിനുശേഷമുള്ളൊരു 3 വർഷം വളരെ അഗ്നിപരീക്ഷകൾ നേരിട്ടാണ് ഈ ടീം അവിടെ പ്രവർത്തിച്ചത്. വളരെയധികം 2 സെക്കൻഡ് ഡേറ്റ മാത്രം വെച്ച് ഇത് എന്താണ് ഇതിന് കാരണമെന്ന് കണ്ടുപിടിക്കൽ വളരെ ദുഷ്കരമായിരുന്നു. പക്ഷേ ഒരുപാട് പരീക്ഷണങ്ങളും പല സ്റ്റഡീസ് നടത്തി എന്തായിരിക്കാം പലതരത്തിലുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ വിഭാവന ചെയ്ത് ഈ കാരണങ്ങൾക്കെല്ലാം ഉള്ള തിരുത്തലുകൾ നടത്തി മഹീന്ദ്രഗിരിയിൽ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ടെസ്റ്റ് ഫെസിലിറ്റി തന്നെ ഉണ്ടാക്കി 3 വർഷം കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വളരെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ 2014 നമുക്ക് വളരെ വിജയകരമായി GSLV D5 ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിൻ GSLV D5 നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ കരിയറിലെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിലൊന്നായിരുന്നു അന്ന്. അത് കഴിഞ്ഞ്
നമ്മൾ ഇതിനേക്കാൾ ഈ എൻജിനെ 7.5 ടൺ ത്രസ്റ്റാണുള്ളത്. അതിനേക്കാൾ 3 മടങ്ങ് ത്രസ്റ്റുള്ള 20 ടൺ ത്രസ്റ്റുള്ള ഒരു C20 ക്രയോജനിക് എൻജിൻ. അത് LVM3 വിഭാവന ചെയ്തപ്പോൾ LVM3 വീണ്ടും GSLVയേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ ശക്തിയുള്ള റോക്കറ്റാണ്. അപ്പോൾ അതിന് അതിശക്തിയുള്ള ഒരു ക്രയോജനിക് എൻജിൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ 3 ഇരട്ടി ത്രസ്റ്റുള്ള C20 എൻജിൻ അതിൻ്റെ വികസനം ISRO ഏറ്റെടുത്തു. പക്ഷേ നമ്മൾ വളരെയധികം എക്സ്പീരിയൻസ് നമ്മൾ നേടിയതുകൊണ്ട് ഈ C20 എൻജിൻ വികസനം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു പരാജയങ്ങളും എൻജിൻ ടെസ്റ്റ്, സ്റ്റേജ് ടെസ്റ്റ്, ഫസ്റ്റ് ലോഞ്ച്, മിഷൻ, ദൗത്യം എല്ലാം വളരെ സക്സസ്ഫുള്ളായി നടന്നു. ഇതുവരെയുള്ള എല്ലാ Mark 3 ലോഞ്ച്, LVM3 ലോഞ്ചുകളിലും ഇന്ന് വരെ യാതൊരു പരാജയവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇന്ത്യക്ക് ലോകോത്തരമായ 2 ക്രയോജനിക് എൻജിനുകൾ സ്വന്തമായിട്ടുണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാം.